സംസ്ഥാനത്തെ മുഴുവൻ സാനിറ്ററി മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള പ്ലാന്റുകളുടെ നിർമ്മാണം ഈ സർക്കാർ കാലാവധി തീരും മുമ്പേ പൂർത്തിയാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. മാലിന്യ സംസ്കരണത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള കരമാലിന്യ പരിപാലന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആന്തൂർ നഗരസഭ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് കെട്ടിട ഉദ്ഘാടനവും ധർമ്മശാല കോഫി ഹൗസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാര്യമറിയും മുമ്പേ ആദ്യം എതിർക്കുന്നതാണ് കേരളത്തിന്റെ രീതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപവും കുറ്റപ്പെടുത്തലും നേരിട്ടവരാണ് ഹരിതകർമ്മസേനക്കാർ. എന്നാൽ സർക്കാർ അതിനെയെല്ലാം ചെറുക്കുകയും ഹരിതകർമ്മസേനയെ ചേർത്ത് നിർത്തുകയും ചെയ്തതിലൂടെ ഇന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. 2024-25 വർഷത്തിൽ 1,52,000 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേന ശേഖരിച്ചത്. 2023-24 30,000 ടൺ മാത്രമായിരുന്നു ഇത്. മാലിന്യ ശേഖരണത്തിലുണ്ടായ വർധനയാണിത് കാണിക്കുന്നത്. ഹരിതകർമ്മസേനയില്ലായിരുന്നുവെങ്കിൽ ഈ മാലിന്യമെല്ലാം റോഡിലും തോടിലും ഉണ്ടാകുമായിരുന്നു. 5 മാസം കൊണ്ട് 9.55 കോടി രൂപയാണ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിന് പിഴ ഈടാക്കിയത്. അതിൽ തന്നെ 30 ലക്ഷം രൂപ വാട്സാപ്പ് മുഖേന കിട്ടിയ പരാതിയിലാണ് ഈടാക്കിയത്. ഇതിൽ 1/4 ഭാഗം തുക പരാതി അറിയിച്ചവർക്ക് പാരിതോഷികമായി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ 5 മാസം കൊണ്ട് ചുമത്തിയ ഫൈൻ മാഷെ കേരളത്തിലാകെ ചുമത്തിയ ഫൈൻ 9,55,00,000. ഒരു ദീർഘശ്വാസം വിടുന്നത് കേൾക്കാനുണ്ട്. വെറുതെ ഉണ്ടായ മാറ്റമല്ല ഈ മാറ്റം. നാട്ടുകാരെല്ലാ അച്ചടക്കത്തോടു കൂടി മാലിന്യ ബോധവൽക്കരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ മാറ്റമല്ല, കയ്യിൽ നിന്ന് കാശ് പോയപ്പോൾ ഉണ്ടായ ബോധം കൂടിയാണ്. പ്രസംഗം കേട്ടിട്ടൊന്നും ബോധം ഉണ്ടാവില്ല, കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ ബോധം വരും. 5 മാസം കൊണ്ട് 9,55,00,000. അതിൽ 30 ലക്ഷത്തിലധികം രൂപ വാട്സാപ്പിൽ കിട്ടിയ പരാതിയിൽ ചുമത്തിയ പിഴയാണ്. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും സർക്കാർ ഒരു വാട്സാപ്പ് നമ്പർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 9446 700 800. ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തയച്ചു കൊടുക്കുക. ആളെ കിട്ടണം, ഒന്നുകിൽ മുഖം തിരിച്ചറിയാൻ പറ്റണം, അല്ലെങ്കിൽ വണ്ടി നമ്പർ കിട്ടണം. അവരെ കണ്ടെത്തി ഫൈൻ ചുമത്തും. ഫൈനിന്റെ 4/1 വിവരം തന്ന ആൾക്കാർ. നേരത്തെ 2,500 ആയിരുന്നു പ്രതിഫലം. ഇപ്പൊ നല്ല പിന്തുണ ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ധാരാളം ആളുകൾ വിവരം തരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇത് ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഒരു ഉത്തരവിറക്കി 2,500 എന്നുള്ളത് മാറ്റി എത്രയാണോ ഫൈൻ, ഫൈനിന്റെ 4/1 എന്നാക്കി. എം വി ഗോവിന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, കേരള കരമാലിന്യ പരിപാലന പദ്ധതി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ KV പ്രേമരാജൻ, M ആമിന, PK മുഹമ്മദ് കുഞ്ഞി, ഓമന മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.